കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിൽ വേവിച്ചിട്ടില്ല. കൂടാതെ ഈ ചിക്കനിൽ ചോര കണ്ടു തുടങ്ങിയ കാര്യങ്ങളും കുട്ടികൾ വ്യക്തമാക്കുന്നുണ്ട്. 10 ദിവസം നീണ്ടു നിന്ന ഈ NCC ക്യാമ്പിൽ പല വിദ്യാർത്ഥികൾ, നേരത്തെ നമ്മൾ ആൺകുട്ടികൾ താമസിച്ച സ്ഥലത്തെത്തിയിരുന്നു. അവിടെ നിന്നും ആൺകുട്ടികൾ വ്യക്തമാക്കിയത് അവർക്ക് അതായത് ശാരീരിക ഉപദ്രവങ്ങളും NCC ക്യാമ്പിൽ നിന്നുണ്ടായി എന്നതാണ്. അതായത് ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് മാറി നിന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരേഡിൽ എത്താത്തതിനെ തുടർന്ന് പോയപ്പോൾ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ്. അതായത് ഇവിടെ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്നും തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതാണ് പറയുമ്പോൾ പോലും അതുപോലും സമ്മതിച്ചു നൽകാതെയാണ് ഈ ഒഫീഷ്യൽസ്, അതായത് ഈ NCC ക്യാമ്പിലെ അധികാരികൾ ഇവരോട് പരാമർശിച്ചിട്ടുള്ളത്. അതായത് പുറത്തു പറയരുത് എന്നുള്ള കാര്യങ്ങൾ പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അതായത് സമീപത്തുള്ള ആളുകൾ വരെ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അതായത് നിരവധി NCC ക്യാമ്പുകൾ കൂടാതെ മറ്റു പല ക്യാമ്പുകളുമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഈ പ്രശ്നം പുറത്തറിഞ്ഞത് അഞ്ജലി, കുട്ടികളൊക്കെ ഈ തിരക്കൊക്കെ കണ്ടു ചിലപ്പോൾ പരിഭ്രമിച്ചിട്ടുണ്ടാകാം. നിലവിളികളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? അതെ, അതായത് ഇവിടെ ഇപ്പോൾ നിരവധി ആളുകളാണ് തടിച്ചു കൂടിയിരിക്കുന്നത്. അതായത് സമീപ പ്രദേശത്തുള്ള ആളുകളും കൂടാതെ രക്ഷിതാക്കളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു തിരക്കുകളും ഒക്കെ കണ്ടിട്ടാകാം കുട്ടികൾക്ക് ഭയമുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരെങ്കിലും ഞങ്ങൾ SFI ലീഡർഷിപ്പാണ് എറണാകുളത്താണ്. ഞങ്ങൾക്ക് ഈ വിഷയം അറിഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ കാരണം ഇത്രയും പ്രശ്നമായിട്ടും ഇവിടുത്തെ ഒഫീഷ്യൽസ് ഓടി ഒളിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. പിള്ളേരുൾപ്പെടെ തല്ലി, പാരൻസ് ഉൾപ്പെടെ വിഷയമൊക്കെ. പക്ഷേ യാതൊരുവിധ ഇതിന് വരെ ഒരു തീരുമാനമായിട്ടില്ല. പിള്ളേരുൾപ്പെടെ തല്ലി എന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള പാരൻസ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണേ. അപ്പം അതെന്താണെന്നുള്ളത് ഗവൺമെൻറ് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ അതെ, തീർച്ചയായും നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും NCC ക്യാമ്പിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടായി എന്ന് പരാതിപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവരെ ഈ ഇടിവള ഉപയോഗിച്ച് വരെ ഇടിച്ചു എന്നാണ് കുട്ടികൾ വ്യക്തമാക്കുന്നത്. ഈ ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകിയത്. ഇപ്പോൾ നോക്കാം, ചോറുണ്ട്, കൂടാതെ മറ്റൊരു കറി പോലെയുള്ള ഒരു കറിയുണ്ട്, കൂടാതെ മുട്ട ആണ് കുട്ടികൾക്ക് നൽകിയത്, നെയ്ച്ചോറാണ് ഉള്ളത്. ഈ ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ അവർക്കൊരു മോര്, ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പാനീയവും നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കിയത്. ഇത് കഴിച്ചപ്പോൾ മുതൽ അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഈ ഛർദിയും തലചുറ്റലുമാണ് ഉണ്ടായത്. പിന്നീട് വലിയ രീതിയിലുള്ള അവശതയാണ് കുട്ടികൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഓരോ കുട്ടികളെയും പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും നിലവിൽ 2 ആംബുലൻസുകൾ ഈ കോളേജിലുണ്ട്. കൂടുതൽ കുട്ടികളെ, അതായത് മുകളിൽ നിന്നും കുട്ടികളുടെ ശബ്ദം ഉയർന്നുണ്ട്. എത്ര കുട്ടികൾ ഈ കോളേജിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായൊരു മറുപടി ലഭിച്ചിട്ടില്ല. അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽസ് ആരും തന്നെ നമ്മളോട് മറുപടി പറയാനോ എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഇവിടെ രക്ഷിതാക്കളെല്ലാം വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. അതിനാൽ തന്നെ വ്യക്തമായ ഒരു മറുപടി 70ഓളം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റിരിക്കുന്നത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. നിരവധി പേരാണ് ക്യാമ്പ് നടന്ന സ്ഥലത്തേക്ക് ഇരച്ചെത്തിയത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. രക്ഷിതാക്കളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് ക്യാമ്പ് നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. ഇപ്പോൾ ഉമാ തോമസ് അഞ്ജലി, ഇപ്പോൾ ഉമാ തോമസ് MLA എത്തിയിരിക്കുകയാണ്. സ്ഥലത്തിപ്പോഴും സംഘർഷ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്.
അതെ, തീർച്ചയായും ഉമാ തോമസ് MLA ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥയാണ് തുടർന്നിരിക്കുന്നത്. അതായത് രക്ഷിതാക്കളെല്ലാം വലിയ പാനിക്കായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കൂടാതെ സമീപത്തുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവരെല്ലാം വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. എത്ര വിദ്യാർത്ഥികൾ ഇവിടെ തുടരുന്നുണ്ട്, ആർക്കൊക്കെയാണ് ഈ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു വ്യക്തമായ മറുപടിയും ഇപ്പോൾ നമ്മൾ ഉമാ തോമസ് MLAയോട് ചോദിച്ചപ്പോഴും MLAയ്ക്കും വ്യക്തമായ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം പരിശോധിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അതായത് പല ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. കാരണം ആൺകുട്ടികൾ വലിയ രീതിയിലുള്ള പരാതികളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അവർക്ക് ഇത്തരത്തിലുള്ള ശാരീരിക, അതായത് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഉപദ്രവിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഭക്ഷണത്തിന് രുചിയില്ല, ഈ രുചി വ്യത്യാസമുണ്ടെന്നും കൂടാതെ ഈ പാചകം ശരിയായി വെന്തിട്ടില്ല എന്നുള്ള പരാതിയും കുട്ടികൾ ഉന്നയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. വീണ്ടും ഇത്തരത്തിലുള്ള ഭക്ഷണം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. 518 കുട്ടികളായിരുന്നു ഈ NCC ക്യാമ്പിൽ പങ്കെടുത്തിരുന്നത്. ഇതിൽ ഈ കുട്ടികൾക്കെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. പക്ഷേ ഇന്നലെ മുതൽ ഇവിടെയുള്ള ചില കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെന്നാണ് സമീപത്തുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. കാരണം ഇവിടെയുള്ള കോളേജിലുള്ള അധികാരികൾ തന്നെ അടുത്തുള്ള മെഡിക്കൽ സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഈ സമീപത്തുള്ള ആളുകളെ അഞ്ജലി, ഇതുവരെ അധികൃതരാരും പരസ്യമായി പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. അവിടേക്കാണ് ഇപ്പോൾ ഉമാ തോമസ് MLA എത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാമോ? അതായത് നിലവിൽ യാതൊരുവിധ പ്രതികരണവും ആരുടെയും ഭാഗത്തു നിന്നുണ്ടായില്ല. ഉമാ തോമസ് MLA ഇപ്പോഴാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. MLA ഇപ്പോൾ അകത്തേക്ക് പോയിട്ടാണുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആരുടെ ഭാഗത്തു നിന്നും നമുക്ക്